സ്ഥലത്തേക്ക് പോകാനുള്ളതല്ലേ. ഞാനൊക്കെ ഇന്നലെ തന്നെ റെഡിയായി. ഞാനും അതെ, ഇന്നലെ തന്നെ റെഡിയായി. ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാകും. അന്നേ ദിവസം തിരക്ക് പിടിച്ച് ചറപറന്ന് എനിക്ക് പറ്റില്ല. ഇവിടുത്തെ വലിയ വലിയ കൊച്ചമ്മമാർ എപ്പോ വരുമോ? എന്തൊക്കെ സ്റ്റൈല് കാണണം. എന്റെ ഭഗവാനേ, ഒറ്റയ്ക്ക് പോയാലേ നമുക്കൊക്കെ വെയിറ്റ് ഉള്ളൂ. ഗ്രൂപ്പായി പോയാൽ ഒരു മൂലയ്ക്കാണ് നമ്മുടെ ഒക്കെ സ്ഥാനം. ഭയങ്കര ചൂട്. വേറെ ആരും എത്തിയില്ലേ? ഡെയിലി കാണുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ നമുക്കൊന്നും ഒരു വിലയില്ലാതെ പോയി. ഞാനില്ലെങ്കിൽ കാണാം. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കേട്ടിട്ടില്ലേ? ഓ, കേട്ടിട്ടുണ്ട്. കുറേ ആയി ഒരു യാത്ര പോയിട്ടല്ലേ? അതെ, ജീവിതം മടുത്തു. എപ്പോഴെങ്കിലും ഒരു ഔട്ടിങ് ഇല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചു പോവും. എടി ശരി, ഡിപ്രഷൻ എന്ന് പറഞ്ഞപ്പോഴാ നമ്മുടെ കൂട്ടുകറിയില്ലേ, അവൾക്ക് ഭയങ്കര ഡിപ്രഷനാണെന്ന്. എല്ലാ മനുഷ്യരും അവളെ മറന്നപ്പെട്ടാണെന്ന്. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആരോ രക്ഷപ്പെടുത്തി. പിന്നെ സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഓണക്കാലമല്ലേ വരുന്നത്, നീ നമ്മുടെ ടൈമല്ലേ മോളെ, ഡ്രസ് പഠിക്കാതെ എന്ന് ഞാൻ പറഞ്ഞു. ഓ പാവം, ക്ഷമ വേണം, ക്ഷമ. നമുക്കൊന്നും ഡെയിലി ഡിമാൻഡ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ വർഷത്തിൽ ഈ സമയമാവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നില്ലേ? ഓഗസ്റ്റ് സെപ്റ്റംബർ ആയാൽ പിന്നെ നമ്മൾ സ്റ്റാർസ് അല്ലേ, സ്റ്റാർസ്. അത് കറക്റ്റ്. പക്ഷെ എടി, എനിക്ക് ഒരു സങ്കടം. നല്ല തറവാട്ടിൽ പിറന്ന എന്റെ പേര് കാടൻ. ഇപ്പൊ എല്ലാ റോഡ് സൈഡിലും ഇല്ലേ, എവിടെന്നോ കയറി വന്ന് ഏതോ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏതോ ലോക്കൽ ചീഫ് ഡിഷിന് എന്റെ പേരിട്ട് വിളിച്ചു. പോയി കാടൻ എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ എടുക്കുന്ന ആ പരദേശി പെണ്ണിനെ ഓർമ്മയുള്ളൂ. കഷ്ടം, ആകെ നാണക്കേടായി. സാരമില്ലടി, പോട്ടെ. ഇപ്പൊ എന്തായാലും നമ്മുടെ കാലമല്ലേ. ഹായ്, ഇന്നൊരു നല്ല ദിവസം തന്നെയല്ലേ. ഇന്നലെ പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ എന്താ നമുക്ക് അറിയൂല. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രം. ടുഡേ ഈസ് അവർ ഡേ. അതാണിപ്പോൾ എൻ്റെ പോളിസി. ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. കൂട്ടുകാർ എന്ന പേരുണ്ടെങ്കിലും എനിക്ക് ഒറ്റൻ്റെയും കൂട്ട് വേണ്ട. ഐ ആം ഗുഡ് ബൈ മൈസെൽഫ്. ഞാൻ ഒറ്റ ആളുണ്ടെങ്കിലും ആൾക്കാർ ചോറുമില്ലേ ഇല്ലേ? ഇപ്പൊ മുടിഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ആണല്ലോ. ആ സൈക്കാട്രിസ്റ്റിന്റെ നമ്പർ ഒന്ന് കിട്ടുമോ? എനിക്കും ഒന്ന് പോവാനാ. നാരങ്ങക്കറി, റെഡ് ആൻഡ് ഹോട്ട്. ലൈഫിൽ ഒരു സ്പൈസ് ഒക്കെ വേണ്ടേ? അതിന് ഞാൻ തന്നെ വേണം. നിങ്ങളെയൊക്കെ കൂട്ടി ബോറടിക്കുമ്പോൾ എന്നെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. ഹായ്. ഞാൻ കുളിയും ചെയ്യും.
ഫാദർ ഏലിയാസ് ഇഞ്ചിക്കുടി. എക്സ്ക്ലൂസീവ്. ചിലപ്പോഴൊക്കെ എന്നെ കാണാൻ കിട്ടും. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്നെ മതി. ഹലോ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയല്ലേ? Hi guys, I am Pineapple Pachadi. Nice meeting you all. I am reasonably new to this place. You know, basically, ഞാൻ ഇവിടുത്തെ കാരി ആണെങ്കിലും I was born and brought up abroad. പിന്നെ പെട്ടെന്ന് ഫാമിലി ബിസിനസ്സിൽ ചില ഇഷ്യൂസ് ആയതുകൊണ്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആയതാ. But all you guys here love me so much. I don't want to go back. അവള് പറയുന്നത് ശരിയാ. അവള് ന്യൂകമർ ആണെങ്കിലും മുടിക്കുക. നിഷ്കാരത്തിന് പരിഷ്കാരം, സ്വാദിന് സ്വാദ്. അവളില്ലാത്ത ഒരു സദ്യ ഉണ്ടോ ഇപ്പോ? നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മക്കളെ, നിങ്ങൾ എല്ലാവരും വന്നല്ലോ. സന്തോഷായിട്ടോ. എപ്പോഴും ഒന്നോ രണ്ടോ പേരെ മാത്രമേ കാണാറുള്ളൂ. എല്ലാവരും ഒന്നിച്ച് കണ്ട കാലം മറന്നു. വർഷത്തിലൊരിക്കലാണെങ്കിലും ഓണസദ്യക്ക് നമ്മളെല്ലാവരും ഒത്തുകൂടുമല്ലോ. അതോർത്തോണ്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അല്ല, അവളെവിടെ എന്റെ സീമന്തപുത്രി? എന്റെ പേര് സാമ്പ. ഞാനില്ലാതെ ആർക്ക് വേണം ചോറ്? ഞാൻ വന്നാൽ എല്ലാം ആരെങ്കിലും എന്നെ വിളിച്ചോ? ഞാൻ വിളിച്ചു. ഞാൻ നീ മാത്രം പോരെ, നമുക്ക് ഓണമാവാൻ. ഒരു ശരാശരി ഊണിന് ഞാനും നീയും മതി. മറ്റുള്ളവരൊക്കെ അധികപ്പറ്റാണ്, ആർഭാടാണ്, അല്ലേ? അതൊക്കെ ശരിയാണ് മോളെ സാമ്പാർ. പക്ഷെ എല്ലാരും കൂടി ഉള്ളതല്ലേ അതിന്റെ ഒരു രസം. അയ്യോ, സോറി, ഞാൻ അല്പം ലേറ്റായി. പോകാറായില്ലല്ലേ? ഹായ് എവരിവൺ, സുഖമല്ലേ? എന്നും ദാരിദ്ര്യമാണ് എനിക്ക്. ഇന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഓണം മെമ്പർ ലോട്ടറി അടിച്ച് സന്തോഷമായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാനും ചോറും ഞങ്ങളുടെ ദാരിദ്ര്യവും മാത്രമായിരിക്കും. എന്നിരുന്നാലും ഒരു ദിവസം വരും, അന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാം എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ആഘോഷം? കണ്ടോ ആ രസത്തിന്? എത്ര കാശുകാരിയാണെങ്കിലും വന്ന വഴി മറക്കാത്തവളാണ്. അടുത്ത നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഇവൾ തന്നെ. ഞാൻ നേരത്തെ റെഡിയായതാ. ഈ പപ്പട ചെക്കനൊന്ന് കുടിച്ച് പൊന്തി വരണ്ടേ? അതിന് കാത്തു നിന്ന് വൈകിയതട്ടോ. പിന്നെ എന്റെ മോൾ ഓലൻ, ഷീസ് ടു സിമ്പിൾ.
ഒന്ന് അണിഞ്ഞ് ഒരുങ്ങാൻ പറഞ്ഞാൽ കുട്ടി കേൾക്കില്ലാന്നേ. അമ്മ ലെസ് ഈസ് മോർ എന്ന് പറയും. എന്താ ചെയ്യാ? ഞാനില്ലാതെ ഒരിക്കലും സദ്യ പൂർണ്ണമാവില്ലല്ലോ, അല്ലേ അമ്മേ? ഞാൻ സിമ്പിളാണെന്നല്ലേ ഉള്ളൂ, എന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ഈ അവിയലാൻറ്റിയില്, നമ്മുടെ അവിയലാൻറ്റി ചെറുപ്പകാലത്ത് നല്ല ഒന്നാം തരം ഒരു ഡ്രീം ഗേളായിരുന്നു. പക്ഷെ ഇപ്പം മിഡ് ലൈഫിന്റെ പ്രോബ്ലംസ് ആണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എന്നെ കൂടെ കൂട്ടിയിരുന്നു. ആ ഇപ്പൊ എല്ലാരും ആയല്ലോ. അതെ, ആടുകീറാണല്ലേ, ഒന്ന് നിർത്തണേ. നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരും. നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് ഒരുങ്ങിയിട്ട് വന്നു. നന്നായിട്ടില്ലേ? സദ്യ മുഴുവൻ നന്നായാലും ഞങ്ങൾ വന്നാലും നമ്മുടെ തലമുടൻ സൽപ്പേര് കിട്ടണം കേട്ടോ. അതെ, എന്നെ ഒഴിവാക്കാനാണോ പരിപാടി? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടെ ഒരു ഓണം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനെ പറ്റി ഒരു പറയാം. Thank you.